ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാതെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ടേൺ ടു ഗോഡ്, ദൈവത്തെങ്കിലേക്ക് തിരിയുക എന്നത് പ്രവാചകന്മാരിൽ കൂടി ദൈവം തൻ്റെ ജനത്തിന് നൽകിയ ദൂതാണ്. സഖരിയ 1:3 പറയുന്നത്, എങ്കിലേക്ക് തിരുവീൻ എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും. യോവേൽ 2:12-13 വാക്യങ്ങളിൽ പറയുന്നത്, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവീൻ. നിനിവെ പട്ടണത്തിൽ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് രാജാവ് പറഞ്ഞത്, ഓരോരുത്തൻ താൻ ദുർമാർഗം വിട്ട് മനം തിരുവീൻ. യോന 3:8. ദൈവത്തിങ്കിലേക്ക് തിരിയുക, മടങ്ങി വരിക. ഒരു മടങ്ങി വരവ് നമുക്കും ആവശ്യമാണ്. ദൈവജനം ദൈവ വഴി വിട്ടു മാറിയതല്ലേ ഇന്ന് കാണുന്ന സകല അനർത്ഥങ്ങൾക്കും കാരണം. ദൈവമക്കൾ എന്ന് അഭിമാനിക്കുമ്പോഴും ഭിന്നതയും അധികാരം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള വടംവലിയും ഇരുതോണിയിൽ ചവിട്ടുള്ള യാത്രയുമൊക്കെയല്ലേ നമ്മിൽ നടത്തുന്നത്. ഇതിൻ്റെ പരിണിത ഫലമല്ലേ വിശ്വാസ സമൂഹത്തിന് ഉണ്ടാകുന്ന പീഡനങ്ങൾ. കുറവുകളെ സംബന്ധിച്ച് അനുദപിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവജനം ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരേണ്ട നാടുകളിലാണ് നാം ജീവിക്കുന്നത്. എന്താണ് അനുതാപം? ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് മൈൻഡ് ദാറ്റ് ലീഡ്സ് ടു എ ചേഞ്ച് ഓഫ് കോണ്ടക്റ്റ്. മനുഷ്യ സ്വഭാവത്തിന് ആകമാനം വ്യതിയാനം വരത്തക്കവണ്ണം മനുഷ്യ മനസ്സിന് സംഭവിക്കുന്ന രൂപാന്തരമാണ് അനുതാപം. മനുഷ്യൻ്റെ ചിന്ത, വീക്ഷണം, പ്രവർത്തനം ഇവയിൽ എല്ലാം ഉണ്ടാകുന്ന വലിയ പരിവർത്തനമാണ് അനുതാപം. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരണം. നാം മടങ്ങി വരുമ്പോഴാണ് ദൈവം നമ്മിലേക്ക് തിരിയുന്നത്. എന്നേക്കുമായി നമുക്ക് ദൈവത്തോട് മറുതലിച്ച് ജീവിപ്പാൻ കഴിയില്ല. നമ്മുടെ മുൻപിൽ 2 വഴികൾ ഉണ്ട്. ഒന്ന് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി. ആ വഴിയിൽ കൂടി യാത്ര അത്ര സുഖകരമല്ല. ആ വഴിയിൽ കൂടി യാത്ര ചെയ്യണമെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം. രണ്ടാമത്തേത് വിശാലമായ വഴിയാണ്. അതിൽ കൂടിയുള്ള യാത്ര സുഖകരമാണ്. ദൈവത്തോട് മറുതലിച്ച് തോന്നുന്നത് പോലെയൊക്കെ നടക്കാം. എന്നാൽ ആ വഴി കൊണ്ടെത്തിക്കുന്നത് ദൈവ കോപത്തിലേക്ക് ആയിരിക്കും. ദൈവകോപത്തിൽ വീഴാതിരിക്കണമെങ്കിൽ നാം പാലിക്കേണ്ട ചില നിബന്ധനകൾ ഉണ്ട്. അവ എന്തൊക്കെയെന്ന് ചിന്തിക്കാം. ഒന്ന്, ഇപ്പോൾ നാം നയിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ഒരു പുനർചിന്തനം നടത്തണം. നമ്മളുടെ വീഴ്ചകളെ കണ്ടെത്തണം. പലപ്പോഴും മറ്റുള്ളവരിലുള്ള ചെറിയ വീഴ്ചകൾ കാണുവാനാണ് നാം ശ്രമിക്കുന്നത്. ഇത് വളരെ മനോഹരമായി ചിത്രീകരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത്, അല്ല, സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര നില്ല്, നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറയുവാൻ നിനക്കെങ്ങനെ കഴിയും? കപടഭക്തിക്കാരെ, മുൻപേ സ്വന്തം കണ്ണിലെ കോൽ എടുത്തു കളക, എന്നാൽ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണുമല്ലോ. ലൂക്കോസ് 6:43. അതുകൊണ്ട് ജീവിതത്തെ പരിശോധിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. 2, നമ്മിലുള്ള പരാജയങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആകണം. മനുഷ്യരാരും തന്നെ പൂർണ്ണരല്ല. തെറ്റുകളും പരാജയങ്ങളും എല്ലാവരിലും ഉണ്ടാകും. തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അവ മറയ്ക്കുവാൻ നാം ശ്രമിക്കും.
അത് വലിയ തെറ്റ് ചെയ്യുവാനുള്ള പ്രേരണ നമ്മിൽ ഉളവാക്കും. പിന്നെ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? തെറ്റുകളെ അംഗീകരിക്കുവാനും അവയെ ഏറ്റുപറയുവാനും തയ്യാറാകണം. തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിൽ കൂടി നമുക്ക് കരുണ ലഭിക്കും എന്ന സഭാപ്രസംഗി 28-ന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 3, നമ്മുടെ ചുവടുകളെ ദൈവത്തിൽ ഉറപ്പിക്കണം. നമ്മുടെ ചുവടുകളെ ദൈവത്തിൽ ഉറപ്പിക്കുമെങ്കിൽ ഏത് സാഹചര്യത്തിലും വീഴാതെ നിൽപ്പാൻ കഴിയും. അനേകർ തകർന്നു വീണ പോർക്കളത്തിലാണ് നാം നിൽക്കുന്നത്. ദൈവാത്മാവിലും ദൈവശക്തിയിലും നിയന്ത്രിക്കപ്പെട്ടിരുന്ന ശിംശോൻ പോലും വീണുപോയ പോർക്കളമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. വീഴാതിരിക്കണമെങ്കിൽ നമ്മുടെ കാലുകളെ ദൈവത്തിൽ ഉറപ്പിച്ച് കൃപാസനത്തിന് മുൻപിൽ മുട്ടുകളെ മടപ്പാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഈ ലോക കാറ്റുകളിൽ ഒലിഞ്ഞു വീണു പോകാതെ കർത്താവ് നമ്മെ ഉറപ്പിച്ച് നിർത്തും. അതുകൊണ്ട് നമ്മുടെ ചുവടുകളെ ദൈവത്തിൽ ഉറപ്പിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി കർത്താവിങ്കിലേക്ക് തിരിയാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവമായ യഹോവയിൽ അർപ്പിക്കാം. എങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. കർത്താവേ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിന്നിലേക്ക് തിരിയുവാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. തോപ്പിലിറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. മമ്രയുടെ തോപ്പിലിറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിനാരാധന. മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിനാരാധന. ആരാധന, ആരാധന.